ഹായ്, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഞാനിന്ന് റമളാൻ സ്പെഷ്യലായിട്ട് രണ്ട് സ്നാക്സ് ഉണ്ടാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനായി ഞാനൊരു റഷ്യൻ കട്ട്ലറ്റ് എന്ന് പറയുന്ന ഒരു ചിക്കൻ കട്ട്ലറ്റ് ഉണ്ടാക്കാനാണ് ആദ്യമായിട്ട് പോകുന്നത്. അതിനായി ഞാൻ 350 ഗ്രാം ചിക്കൻ ക്ലീൻ ചെയ്ത് ഒരു 1.5 ടീസ്പൂൺ കുരുമുളകും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തതാണിത്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് ഒന്നുകൂടി ഇതിലോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതാണ്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായി വയ്ക്കാം. ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. ഏതാണ്ട് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി നമുക്കിതിലോട്ട് ചേർത്ത് വയ്ക്കാം. ഈ വെള്ളം എന്തിനാണെന്ന് വെച്ചാൽ ഇത് വേവിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ വെള്ളം ആവശ്യമുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. ചിക്കൻ വേവിച്ചതെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ചിക്കൻ്റെ സ്റ്റോക്കാണ് ഇത്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കി ഇനി ഉള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പരിചയപ്പെടുത്തുമ്പോൾ പറയാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് വേവിച്ച് ചെറുതായിട്ട് ഇങ്ങനെ പിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഗ്രൈൻഡ് ചെയ്യാതെ ഇതുപോലെ കൈകൊണ്ട് പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത വേണ്ടുന്നതെല്ലാം ഉപ്പ്, അല്പം കുരുമുളക്, ചില്ലി, ഒരു 5-6 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 പച്ചമുളക്, ക്യാപ്സിക്കം, പിന്നെ ബീൻസ് ചെറുതായി അരിഞ്ഞ ഒരു 100-150 ഗ്രാം വരും, ക്യാരറ്റ് ഒരു 150 ഗ്രാം, ഒരു വലിയ സവാള, പിന്നെ നമ്മൾ ചിക്കൻ വേവിച്ച അതിൻ്റെ ഗ്രേവി, അതായത് ചിക്കൻ നമ്മൾ എടുത്തിട്ട് ഇത് നമുക്ക് ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഒരു വലിയ പൊട്ടറ്റോ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൂടി ഞാൻ അത് പറയാൻ വിട്ടുപോയായിരുന്നു. ഇനി നമുക്ക് ഇതൊന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊന്ന് ചെയ്യാനായിട്ട് നോക്കാം. അതിനായിട്ട് ഞാനൊരു 100 ഗ്രാം ബട്ടർ ഒരു കട്ടിയുള്ള പാൻ അടുപ്പി വെച്ച് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഈ വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞ് വെച്ചത് അതുകൂടി അതിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചെറുതായൊന്ന് വഴറ്റിയതിന് ശേഷം വഴണ്ട് വരട്ടെ. ഇത് വന്ന ഉടനെ നമുക്ക് സവാള ഇടാം. അതിലോട്ട് ഒരല്പം ഉപ്പിടാം. സവാള ഇട്ട ഉടനെ ഉപ്പിട്ടാൽ അത് പെട്ടെന്നൊന്ന് വഴണ്ടി വരും. നേരത്തെ നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്താണ് വേവിച്ചിട്ടുള്ളത്, അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഉപ്പിടണം. ഉള്ളി ഒന്ന് ഒരു ഹാഫ് രീതിയിലൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീൻസ് ഇടാം. നന്നായിട്ട് ഇവിടെ എനിക്കൊരു മോനുണ്ട്, എൻ്റെ കൊച്ചു മോനുണ്ട്. അവന് ഈ പച്ചക്കറികളൊക്കെ നന്നായിട്ട് വേവുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഇത് ഞാൻ കഴിഞ്ഞെടുത്ത ക്യാരറ്റുണ്ട്, അത് നന്നായിട്ട് ഹാഫ് വേവും നന്നായിരിക്കും. പക്ഷേ മോന് അത് നന്നായിട്ട് വേവണം, അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വേവിച്ച് ഒന്നെടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ക്യാപ്സിക്കം അതും ഇടാം. എന്നിട്ട് നന്നായിട്ട് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് എല്ലാം നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനൊരു 4-5 ടീസ്പൂൺ മൈദ മാവ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറുതായിട്ട് ഇതിലോട്ടൊന്നിങ്ങനെ ഇട്ട് ഇതിലൊന്ന് നമുക്ക് ഒന്ന് വഴറ്റാം. ഒരു 5 ടീസ്പൂൺ മൈദമാവാണ്. ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കുറേശ്ശെ ആയിട്ട് വഴറ്റാം. നമ്മൾ എടുത്ത് വെച്ചിരുന്ന ചില്ലി ഫ്ലേക്സ് ഇടാം. അതായത് ഏതാണ്ട് 1.5 ടീസ്പൂൺ ഉള്ള വരും, അതിടാം. പിന്നെ അതുപോലെ കുരുമുളക് ഇടാം.
കുരുമുളകും ഏതാണ്ട് 1.5 ടീസ്പൂൺ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരുന്ന ചിക്കൻ്റെ സ്റ്റോക്ക് കൂടെ ഇതിലോട്ട് ഒഴിക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ചിക്കൻ ഇടാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന പൊട്ടറ്റോ ഇടാം. ഏതാണ്ട് ഒരു വലിയ പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ച് സ്മാഷ് ചെയ്തതാണ്. അതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതെല്ലാം നല്ലതായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഞാനൊരു 1/2 ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രഷ് പാലാണ്. അതിങ്ങനെ ഇതിലോട്ടൊന്ന് ഒഴിച്ച് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. നല്ലതായിട്ടിങ്ങനെ വഴറ്റണം. ഒരു 10 മിനിറ്റോളം നമുക്കിത് വഴറ്റിയെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഇതേ രീതിയിൽ നന്നായിട്ട് കുഴഞ്ഞ് ഇത് വരുന്നു. ഇനി നമുക്ക് ലാസ്റ്റ് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് നമുക്ക് ഓഫ് ചെയ്യാം. വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വേറൊരു വെറൈറ്റി സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനൊരു 1/2 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളം ഒഴിച്ച് 2 പ്രാവശ്യം ഊറ്റി വേവിച്ചെടുക്കാം. നെവക്ക വെള്ളം ഒഴിക്കാം. കുറച്ച് ഉപ്പും ഇട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം. നമ്മൾ കപ്പ വേവിച്ച് നന്നായിട്ട് ട്രെയിൻ ചെയ്യാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യാം. അങ്ങനെ കട്ട്ലറ്റിൻ്റെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേ ഷേപ്പിൽ എടുത്തിട്ട് നമ്മൾ മുട്ട ഞാനൊന്ന് മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് ഇതിലോട്ട് നമ്മൾ കുനാഫയുടെ അതേ മിക്സാണ്. പിന്നെ സേമിയ കുനാഫ ഉണ്ടാക്കാൻ പറ്റുന്ന സേമിയാണ് നമ്മൾ ഇതിലായിട്ട് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് റെഡിയാക്കി എടുക്കാം. ഫുള്ളും നമുക്കിതുപോലെ ചെയ്യാം. നമ്മൾ റഷ്യൻ കട്ട്ലറ്റാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇത് പാകിസ്ഥാനികളുടെ കല്യാണങ്ങൾക്കൊക്കെ തലേ ദിവസമൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. നമ്മൾ റമളാൻ സ്പെഷ്യലായിട്ട് നമുക്കിതുണ്ടാക്കി നാളെ ഇൻഷാ അല്ലാ നാളെ നോമ്പ് തുറക്കുമ്പോൾ ഞാനിത് പൊരിച്ച് നിങ്ങളെ കാണിക്കുന്നതാണ് ഇൻഷാ അല്ലാ. നമ്മുടെ റഷ്യൻ കട്ട്ലറ്റ് നമ്മളെല്ലാം ഇതുപോലെ ഇതേ ഷേപ്പിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് നമുക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ആദ്യം ഒരു ലെയർ വയ്ക്കാം. ഓരോ പീസായിട്ട് ഫസ്റ്റ് അത് ഫില്ലായതിന് ശേഷം അടുത്തത് വീണ്ടും ബട്ടർ പേപ്പർ വെച്ചിട്ട് അടുത്തത് കൂടി വയ്ക്കാം. ഇനി അടുത്ത ലെയർ വയ്ക്കാം. ഇത് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് എടുക്കാൻ നല്ല എളുപ്പമായിരിക്കും. ഇനി നമുക്കൊരു ബട്ടർ പേപ്പർ കൂടി വെച്ച് അടച്ച് വെച്ചിട്ട് ഇനി നമുക്ക് വേറെ ഏതെങ്കിലും ഐറ്റം ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് വയ്ക്കാനായിട്ട് പറ്റും. നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചിരുന്നാൽ 2 ആഴ്ച വരെയൊക്കെ ഇരിക്കും. റമളാന് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതെടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് നമുക്ക് കഴിക്കാം. നമ്മൾ കപ്പയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു 2 ടീസ്പൂൺ നല്ല വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. നമുക്കിനി ചെറിയ ഉള്ളി ഞാൻ ഏതാണ്ട് ഒരു
ആയിട്ട് ഞാൻ ഏതാണ്ട് ഒരു 10-20 ചെറിയ ഉള്ളി നന്നായിട്ട് വൃത്തിയാക്കി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഈ എണ്ണയിലോട്ട് ഇടാം. ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു 2 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കുരുകുര അരിഞ്ഞതാണ്, അതുകൂടി ഒന്നിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ ഇത് നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ചെറുതായിട്ടൊന്ന് മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ച് ഗ്രൈൻഡ് ചെയ്തത് ഇതിലോട്ട് ഇടാം. ഉപ്പ് നമ്മൾ കപ്പയിൽ ഇട്ടിട്ടുണ്ട്. കപ്പയിൽ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് അതിനനുസരിച്ച് ഇതിലുപ്പ് ചേർക്കണം. അല്പം ചില്ലി ഫ്ലേക്സ് കൂടി ഇതിലോട്ട് ഇടാം. ഇനി നമ്മളെ മെയിൻ കപ്പ ഇതിലോട്ട് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കപ്പ മിക്സ് റെഡി ആയിട്ടുണ്ട്. സമൂസ ഇനി ഉണ്ടാക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. നമ്മളിതാണ്ട് അങ്ങനെ സമൂസ ഷീറ്റാണ് വാങ്ങിച്ചിരിക്കുന്നത്. സ്വിസ്സിൻ്റെ സമൂസ ഷീറ്റാണ്. അത് നമുക്ക് ഇതേപോലെ ഓരോ പീസുകളായിട്ട് എടുത്ത് നമ്മൾ കുറച്ച് അതിനകത്ത് ഇടുക. ഒരുപാട് ഫില്ലിങ് ഒരുപാടായിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷേപ്പിന് ഇത് കിട്ടൂല. അതുകൊണ്ട് വളരെ കുറച്ച് ഇതുപോലെ വെച്ചിട്ട് ഇതേപോലെ മടക്കി നമുക്ക് ഒന്ന് ചെറുതായിട്ട് ഒന്ന് മൈദമാവ് ഞാൻ കലക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലോട്ട് ഒട്ടിക്കാം. ഇതേ ഷേപ്പിന് ഒട്ടിച്ച് നമുക്ക് ഇത് ഫുള്ളും ഇതുപോലെ ഷേപ്പാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ ഫ്രൈ ഐറ്റംസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ 3 ഐറ്റം ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. റഷ്യൻ കട്ട്ലറ്റ്, പിന്നെ സമൂസ, കപ്പ സമൂസ, ചിക്കൻ കട്ട്ലറ്റ്. അത് സാധാ കട്ട്ലറ്റ്, അത് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു. നാളെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തിട്ട് നാളെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്കിത് കാണാം. അപ്പോൾ എന്നിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണേ ഇൻഷാ അല്ലാഹ്. ഓക്കെ, ബൈ ബൈ. എല്ലാവർക്കും റമളാൻ മുബാറക്ക്. ഓക്കേ.